ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് താമരശ്ശേരി രൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ്. ഏവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നല്ലൊരു കയ്യടിയോടെ നമുക്ക് പരസ്പരം ഒന്ന് സ്വാഗതം ആശംസിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥിയായി നമ്മുടെ ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് CMI സന്യാസ സഭയിൽ പൗരോഹിത്യത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഡീക്കൻ ആൻ്റണി മണ്ണുമ്മൽ CMI ആണ്. തൃശ്ശൂർ CMI പ്രോവിൻസിൽ നിന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ചാവറയച്ചൻ എന്ന് നാമെല്ലാം ഏറെ സ്നേഹത്തോടെ വിളിക്കുന്ന ചാവറ പിതാവിൻ്റെ ജീവിത വഴികളിലൂടെ നാം ഒരു യാത്ര ആരംഭിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ ദൈവം കേരള സമൂഹത്തിന് നൽകിയ അതുല്യമായ ഒരു സംഭാവനയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചാവറ പിതാവ്. ചാവറയച്ചൻ കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൈവം നൽകിയ പ്രചോദനമനുസരിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവകയായിരുന്ന കുട്ടനാട്ടിലെ ചേന്നങ്കരി ഇടവകയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതി കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ കുടുംബങ്ങളെയും അഭ്യസിപ്പിച്ച കുടുംബചട്ടമാണ് ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന പേരിൽ പിന്നീട് പ്രശസ്തമായത്. 40 ഖണ്ഡങ്ങളുള്ള ഈ നല്ലയപ്പൻ്റെ ചാവരുൾ ഇന്നത്തെ വർത്തമാന കാലത്തിലെ ക്രൈസ്തവ കത്തോലിക്ക കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ ഒരു പുനർവായനയ്ക്ക് നമ്മൾ വിധേയമാക്കുകയാണ്. വിശുദ്ധ ചാവറ പിതാവ് എഴുതിയ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ തൻ്റെ അവസാന വാക്കുകൾ, അതിൽ 40 ഖണ്ഡങ്ങളാണുള്ളത്. 40 വിഷയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ആ വിഷയങ്ങൾ ഒരു കുടുംബത്തിന്, ഒരു കത്തോലിക്ക കുടുംബത്തിന് അനുദിന ജീവിതത്തിൽ ഏറ്റവും സഹായകരമാകുന്ന രീതിയിലാണ്. അതിൽ 24 മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പൊതുവായിട്ടുള്ള വിഷയങ്ങളാണ്. അദ്ദേഹം ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം അതിൽ ചർച്ച ചെയ്യുകയാണ്. അതുപോലെ തന്നെ 24 കഴിഞ്ഞതിന് ശേഷം ഒരു 16 ഖണ്ഡങ്ങൾ മക്കളെ വളർത്തുന്നതിന് വേണ്ടി മാത്രം, എങ്ങനെ മക്കളെ വളർത്താം എന്നുള്ള രീതിയിൽ അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ 40 ഖണ്ഡങ്ങൾ. ഒരു നല്ല ക്രിസ്തീയ കുടുംബം ആകാശമോക്ഷത്തിൻ്റെ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ സാദൃശ്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാവറ പിതാവ് ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തെ നമ്മൾ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. ചാവറയച്ചൻ്റെ ഈയൊരു ആത്മീയ വഴിത്താരയിൽ കേരളത്തിൽ എങ്ങനെയാണ് ഒരു ക്രൈസ്തവ കുടുംബത്തിന് രൂപം നൽകിയത്, എങ്ങനെയാണ് തമ്പുരാൻ നൽകിയ ജീവിത പങ്കാളിയെ സ്വീകരിച്ചത്, മക്കളെ വളർത്തിയത് എന്ന് ഒരു നല്ല അമ്മച്ചി നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് കാണാം. ഒരു നല്ല ക്രിസ്തീയ കുടുംബം ആകാശമോക്ഷത്തിന് സമമാകുന്നു. ഇത് എറണാകുളം കതിർക്കടവിലെ ലാകയിൽ വീട്, പ്രാർത്ഥനയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറുഭവനം. ഇവിടേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗരാജ്യത്തിന് സാദൃശ്യമാകുന്നു. കുടുംബത്തിൻ്റെ ന്യായം ഇതാകുന്നു: ചോരയാലും സ്നേഹത്താലും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട പല ആളുകൾ കാരണവന്മാരുടെ നേരെ ആദരവും അനുസരണവും ഉള്ളവരായി തമ്പുരാനോടും മനുഷ്യരോടും സമാധാനത്തിന് നടക്കുകയും അവരവരുടെ ജീവിതാന്തസ്സിന് തക്കവണ്ണം നിത്യരക്ഷയെ പ്രാപിക്കുന്നതിന് പ്രയത്നം ചെയ്തുകൊണ്ട് കൂട്ടമായി ജീവിക്കുകയും ചെയ്യുന്നതാകുന്നു.
എൻ്റെ പേര് റോസമ്മ. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രൂപത്തിൽ വളർത്തുകയും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ ചെല്ലുകയും എല്ലാം ചെയ്ത കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്, എന്നും ഉണ്ട്. ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാവരും നല്ല കരുണയുള്ള കുഞ്ഞുങ്ങളായിട്ട് അവരുടെ മക്കളും അതുപോലെ തന്നെ. എൻ്റെ അച്ചായനും അമ്മച്ചിക്കും 7 മക്കളാണ്. ഞാൻ ഏറ്റവും ഇളയാളാണ്. 7-ൽ ഏറ്റവും ഇളയാളാണ് ഞാൻ. എൻ്റെ ഒരു ബോണി. ഞങ്ങൾ 4 ആണും 3 പെണ്ണുങ്ങളുമാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ചായൻ എല്ലാ ദിവസവും രാവിലെ ഞാനൊക്കെ ഉണരുന്നതിന് മുമ്പ് തന്നെ കച്ചവട സംബന്ധമായിട്ട് ഇവിടുന്ന് കടയിലേക്ക് പോകും. പിന്നെ കാണുന്നത് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഒരു 7-7:30 മണിയാകുമ്പോഴാണ് പിന്നെ അച്ചായനെ വന്ന് കാണുന്നത്. അപ്പോൾ ഇതിനിടയിൽ അമ്മച്ചിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ മക്കളെ എല്ലാ ചിട്ടകളിലും ഇതെല്ലാം കൂടുതൽ നിൽക്കുന്നതും. രാത്രി അച്ചായൻ വരുമ്പോഴത്തേക്കും എല്ലാവരുമായിട്ടിരുന്ന് ഞങ്ങളൊരു പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ വീട്ടുവിശേഷങ്ങളും എല്ലാം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും. അതങ്ങനെ ആണ് ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വളരുന്നത്. ഈ 7 മക്കളും ഏതാണ്ട് ഒരേ ചിന്താഗതിയിൽ തന്നെ അപ്പൻ്റെയും അമ്മയുടെയും എല്ലാം ആ ഒരു ചിട്ടയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതും എല്ലാം. അപ്പനാണെന്നുണ്ടെങ്കിൽ വളരെ കുടുംബകാര്യങ്ങളിൽ വളരെ നിർബന്ധം ഉള്ള ആളായിരുന്നു. എല്ലാവരും രാവിലെ നിർബന്ധമായിട്ടും പള്ളിയിൽ പോവുക, വേദപാഠത്തിന് പോവുക, കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു ഒച്ചയബഹളോ പാടില്ല. ആ രീതിയിൽ അങ്ങനെ തോന്നുന്നു. ചിട്ടയായിട്ടുള്ള ജീവിതം ഉള്ള വരുമാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നല്ലോണം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ അനാവശ്യ ചെലവുകളെയും ദൂർത്തുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിനെല്ലാം ഒരു പ്രേരണയാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരെയും ആ ഒരു കുടുംബ പ്രാർത്ഥന, കൂട്ടായ്മ, ഇതെല്ലാം ഇതിനൊരു അടിസ്ഥാന ഘടകം തന്നെയാണ്. എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടിയില്ല എന്ന് മാത്രം ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കാരണം അപ്പൻ, ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൻ കച്ചവടം ചെയ്തിരുന്ന ഞങ്ങൾ എറണാകുളം മാർക്കറ്റിലായിരുന്നു കച്ചവടം. മാർക്കറ്റ് കത്തിപ്പോയി, കടകളെല്ലാം കത്തി നശിച്ചു പോയി. ഇൻഷുറൻസും ഇല്ല, ഒന്നുമില്ല. വഴിയിലിറങ്ങി പോകുക അല്ലാതെ വേറെ മാർഗവുമില്ല. അന്നെന്നുള്ള അപ്പത്തിനാണ് ഈ പോകുന്നത്. അത് നിന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് അപ്പൻ ഒന്നും അറിയാത്ത പോലെ ഇതൊന്നും വീട്ടിലറിയിക്കാതെയാണ് കുടുംബം നോക്കുന്നതും ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെയാണ് അപ്പം പറയുന്നത്, എൻ്റെ എല്ലാം നല്ല പ്രായത്തിലാണ് അപ്പം പറയുന്നത്, ഞാൻ അപ്പോഴും മാതാവിൻ്റെ പള്ളിയിൽ പോവും, അവിടെ ഒറ്റയ്ക്കിരുന്ന് കരയും, പ്രാർത്ഥിക്കും. എന്തോ അതിൻ്റെ എല്ലാം ഒരു ഫലമാണെന്ന് തോന്നുന്നു. മാർക്കറ്റ് വീണ്ടും പണിതും, കടമുറികൾ ഓരോരുത്തർക്കും വീണ്ടും തിരിച്ചു നൽകി, അത് പഴയതിലും വലുതായിട്ട് കിട്ടി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതെല്ലാം ഒരു പടിപടിയായിട്ട് കിട്ടുന്ന ദൈവാനുഗ്രഹങ്ങളുടെ തന്നെ ബാക്കിയാണത്. മക്കളെല്ലാവരും ഓരോരോ നിലയിലേക്ക് പ്രായപൂർത്തിയായവരുടെ വിവാഹത്തിലേക്കും വന്നു, ജോലിയിലേക്ക് വന്നു. അവരവർക്ക് കഴിവുള്ള രീതിയിൽ അവരവർ സ്വന്തം കാര്യങ്ങളിൽ പ്രാപ്തരായിട്ട് ജീവിക്കാനുള്ള ഇതിലേക്കായി. ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ എല്ലാവരും അവരവരുടെ ഇതിൽ ആ അന്തസ്സിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ഒരു അമ്മച്ചിയെയാണ് അമ്മച്ചിയുടെ കുടുംബമാണ് നമ്മൾ കണ്ടത്. എറണാകുളത്തുള്ള ഒരു വീട്ടുകാരാണ്. ഇതേപോലുള്ള സമാനമായ ജീവിത ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞ വഴികളിൽ കൂടിയായിരിക്കാം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത്. ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ചാവറപ്പിതാവ് നൽകിയ ആ ഒരു സന്ദേശം, ഒരു നല്ല ക്രിസ്തീയ കുടുംബം സ്വർഗരാജ്യത്തിൻ്റെ സാദൃശ്യമാണ് എന്ന് പറയുന്ന ആ ഒരു ദർശനത്തിൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുടുംബ വഴികളിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആയിരിക്കും പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യം. നിങ്ങളുടെ കുടുംബ ജീവിത ദർശനങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, അത് വളരെ നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കാം അല്ലേ? നമ്മളുടെ കുടുംബങ്ങൾ രൂപപ്പെടുമ്പം നമ്മുടേതായ ഒരു ജീവിത ശൈലിയുണ്ട് ഓരോ കുടുംബത്തിനും. ഓരോ കുടുംബവും ഓരോ ചരിത്രമാണ്. അതേസമയം കത്തോലിക്ക വിശ്വാസത്തിൽ ഈശോയെ ഏകരക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ജീവിച്ച് ഇടവകയും വിശുദ്ധ കുർബാനയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റി വളരുന്നൊരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പം ചാവറപ്പിതാവിൻ്റെ ഈ ഒരു ദർശനത്തെ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് അനുഭവിക്കാൻ കഴിയുന്നത്? അപ്പച്ചൻ്റെ അഭിപ്രായം എന്താണ്? പേര് മാത്യു, തറപ്പ് തൊട്ടിയിൽ തോട്ടുമുക്കം.
ചാവറ പിതാവ് കാണിച്ചു തന്നിട്ടുള്ള മാർഗം വളരെ നല്ലത്. പക്ഷേ ഞങ്ങൾ അനുകരിക്കാൻ നോക്കിയിട്ട് പലപ്പോഴും പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഈ അമ്മച്ചി പറഞ്ഞതുപോലെ ആധ്യാത്മികമായി നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും, പ്രാർത്ഥനയോട് ആവശ്യപ്പെട്ടാലും അതിന് ഗുണം കിട്ടുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന നടത്തിയാൽ അതിനകത്തൊരു ഐക്യം കാണുന്നുണ്ട്. ഇല്ലാത്തത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഭവിഷ്യത്തുകളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ആയിട്ട് കാണാറ് പതിവാണ്. കുടുംബ പ്രാർത്ഥന ആണ് അവരെ ഒരുമിപ്പിച്ച് നിർത്തിയതെന്ന് ആ കുടുംബം പറഞ്ഞു. തീർച്ചയായിട്ടും അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്രൈസ്തവ കുടുംബങ്ങളുടെ സ്വകാര്യമായ അനുഭവം തന്നെയാണത്. നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാരണവന്മാർ നമ്മളെ നിർബന്ധിച്ചും ഞുള്ളിപ്പറിച്ചും അടിച്ചും ശിക്ഷിച്ചും ശാസിച്ചും സ്നേഹിച്ചും ഒക്കെ പ്രാർത്ഥന ചൊല്ലി പഠിപ്പിച്ചതിൻ്റെ ഫലം തന്നെയാണ്. ആ രീതിയിലുള്ളൊരു പശ്ചാത്തലം എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ, സാറിൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ് അത് അനുഭവിക്കാൻ സാധിച്ചത്? ഞങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ ചെല്ലാറുണ്ട്. എൻ്റെ ചാച്ചനാണെങ്കിൽ പ്രാർത്ഥന ചെല്ലുന്നത് വളരെ ഒരു ഈണത്തിലാണ്. ഞങ്ങൾ ഓർക്കുന്നത് ഒരു 100 മീറ്ററോളം ദൂരത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാമെന്ന് ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന ചെല്ലാത്ത ചില സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളെ മുട്ടേ നിർത്തി പ്രാർത്ഥിച്ച് ശിക്ഷിച്ച അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. വളരെ നല്ല അനുഭവമുണ്ട്. പ്രാർത്ഥനകൾ മൂലം നമുക്ക് നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ സന്ധ്യകളിൽ എപ്പോഴും ഉണ്ടോ, കൂടെ വരാറുണ്ടോ? എന്താണ് അഭിപ്രായം? പേരെന്താണ്? എൻ്റെ പേര് ബാബു, ചെട്ടിപ്പറമ്പിൽ കട്ടിപ്പാറ ഇടവകയാണ്. കട്ടിപ്പാറ. തീർച്ചയായിട്ടും വീടുകളിൽ നമ്മൾ ചെറുപ്പം മുതലേ തന്നെ പരിശീലനം കൊടുക്കുന്നതുകൊണ്ട് അതിനുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല. കാരണം ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ വലിച്ചാച്ചൻ ഇപ്പോഴും ഓർക്കുന്നു, അല്പസമയം താമസിച്ച് പോയാൽ മുട്ട കുത്തി നിർത്തി പ്രാർത്ഥന മുഴുവൻ ചെല്ലിക്കുന്ന ഒരു ശീലമായിരുന്നു. കൃത്യസമയത്ത് തന്നെ ചെല്ലണമെന്നൊരു നിർബന്ധ ബുദ്ധിയായിരുന്നു. എനിക്ക് തോന്നുന്നത് മലബാർ കുടിയേറ്റത്തെ നല്ല നിലയിലേക്ക് നയിച്ചത് ഈ ഒരു പ്രാർത്ഥന അനുഭവമായിരുന്നു. ഇതൊരു മലബാറിൻ്റെ കുടിയേറ്റ ചരിത്രം, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ വഴികളിലൂടെ നമ്മുടെ കാരണവന്മാർ നടന്നതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പോലും എല്ലാവർക്കും അവരുടേതായ കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലേ? താരതമ്യേന ഒരു ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. എന്നാണ് മൈക്കൊന്ന് കൊടുക്കാമോ? എൻ്റെ പേര് ജിനോ, തോട്ടുമുക്കമാണ് ഇടവക. ഞാനിപ്പം നമ്മുടെ അമ്മച്ചീൻ്റെ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേഗം വന്നത് നമ്മുടെ കാർന്നോമാർക്ക് പണ്ടുണ്ടായിരുന്നൊരു തീഷ്ണത ഇന്ന് പുതിയ തലമുറ ഞങ്ങൾക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. വീടുകളിലൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ആണെങ്കിലും ചില ദിവസങ്ങൾ നമ്മുടെ വീടുകളിലോ ഫംഗ്ഷനോ കാര്യമുള്ള സമയങ്ങളിലൊക്കെ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആകാറുണ്ട്. അങ്ങനെയാണെങ്കിലും നമ്മുടെ കാർന്നോമാർ വളരെ ചുരുങ്ങിയാണെങ്കിലും ഒന്ന് പ്രാർത്ഥന ചെല്ലാതെ ഉറങ്ങാറില്ല, ഞങ്ങൾ മയങ്ങിപ്പോയാലും. അങ്ങനെയുള്ള ആ പഴയൊരു തീഷ്ണതയിലേക്ക് പുതിയ തലമുറ, ഞങ്ങളുടെയും തലമുറ വരണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല കാര്യം. നമ്മളുടെ കുടുംബങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നിലനിന്ന് പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് പുതിയ തലമുറയിലെ ദമ്പതികൾ അത്രയേറെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ നല്ലയപ്പൻ്റെ ചാവരുളിലെ ചാവറയച്ചൻ്റെ ആകാശമോക്ഷത്തിന് സദൃശമായ, സ്വർഗരാജ്യത്തിന് സദൃശമായ കുടുംബം എന്നുള്ളൊരാശയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നമുക്കത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്ന ഒരു കുടുംബം, ഒരുമിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരുമാണ് കുടുംബം, നാം എല്ലാവരും ചേർന്നതാണ് ഈ കുടുംബം എന്ന് ഈ കുടുംബാംഗങ്ങൾ തിരിച്ചറിയുന്നത് ഈ ഒരുമിച്ച് ഇരിക്കുമ്പോഴാണ്. നമ്മുടെ വീടുകളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാ വീടുകളിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും അത്താഴമാണ് അല്ലേ? സന്ധ്യാസമയത്തെ ഭക്ഷണമായി മാറി. കാരണം ജോലിക്ക് വേണ്ടി പോകുന്നു, പഠിപ്പിക്കാൻ പോകുന്നു, അല്ലെ പഠിക്കാൻ പോകുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം പണ്ട് വളരെ ചിട്ടയോടുകൂടി കാരണന്മാർ വെച്ച് പുലർത്തിയിരുന്നു. എന്തിനാണ് അത്രയും ചിട്ട പുലർത്തുന്നത് എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിയേക്കാം. അതാ നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബ ഐക്യത്തിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു. ഇന്ന് അതുപോലെ ദാഹിച്ച് കുടുംബ ഐക്യം പുലർത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കളുള്ള കുടുംബങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നുമുണ്ട് ഈ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ന്യൂ ജനറേഷൻ കുടുംബങ്ങളിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ചാവറയച്ചൻ്റെ മറ്റൊരു വചനം നമ്മൾ ഇനിയും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് നിലനിൽക്കും എന്ന് ചാവറയച്ചൻ 1868 എഴുതി വെച്ചു.
ഇന്ന് ഒരുമ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ന്യൂ ജനറേഷൻ കുടുംബങ്ങളുടെ ഒരു പശ്ചാത്തലം? ഒരു യുവ നേതാവാണല്ലോ അൽമായ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, എന്ത് പറയുന്നു? പേര് കരോൾ എന്നാണ്. ഞാൻ പാറോപ്പടി ഇടവകാംഗമാണ്. ഞാൻ കണ്ടുവരുന്നൊരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ പ്രാർത്ഥന നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു അസത്യം എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ഒരു 20-22 വയസ്സിന് താഴേക്കുള്ള കുട്ടികളുടെ കാര്യമാണ്. ഒരുപക്ഷെ അതിന് മുകളിലേക്കുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ പ്രാർത്ഥനാ സമയം കഴിഞ്ഞ് വീടുകളിലേക്ക് കടന്നു വരുന്ന ഒത്തിരി യുവജനങ്ങളെ ഒരു യുവജന പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായും അല്ലാതെയും പരിചയമുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നു വരുന്ന പാളിച്ചകളെ നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും നമുക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ടെന്നതും സത്യമാണ്. അപ്പോൾ ഒരു ദൈവവുമായി ചേർന്ന് നിൽക്കാൻ വൈമനസ്യം കാണിച്ചുകൊണ്ട് മറിച്ച് കൂട്ടുകെട്ടുകളിലൂടെയും അവരുടെ വ്യക്തിജീവിതത്തെയും സമൂഹ ജീവിതത്തെയും നശിപ്പിച്ചു കളയുന്ന ഒരു പക്ഷം ഇപ്പോൾ കൂടുതലുണ്ട് എന്നത് നാം ഈ ഒരു അവസരത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മളിപ്പോൾ ശാലോം TV പോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഈ ഒരു മാധ്യമത്തിലൂടെ ഈ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ വീണ്ടും ഒരു തിരിച്ചുവരവ് കൊതിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ അത് കൊതിക്കുകയാണ്. നല്ല കുടുംബങ്ങൾ ഇനിയും നമ്മുടെ കാരണവന്മാരൊക്കെ ജീവിച്ച വഴികളിൽ കൂടി തന്നെ. ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ സാദൃശ്യം എന്നാണ് ചാവറപ്പിതാവ് പറഞ്ഞത്. സ്വർഗത്തിലെല്ലാവരും പരസ്പരം പോരടിക്കുന്ന ഒരു സംസ്കാരമല്ല നമുക്കറിയാം. പരസ്പരം നൽകുന്ന ഒരു സംസ്കാരമാണ് അല്ലേ? ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ നൽകുന്നു. പരസ്പര സഹോദരങ്ങൾ നമ്മളുടെ സ്നേഹം. പണ്ട് നമ്മൾ കാരണവന്മാരുടെ നമ്മുടെ ഒക്കെ ഞങ്ങൾ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര വലിയ പണ്ടല്ല, എന്നാലും പോലും കുടുംബത്തിൽ ഒരാൾക്കൊരു കുറവ് വന്നാൽ ഒരു അനിയൻ അല്ലെങ്കിൽ ചേട്ടന് പെങ്ങന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കുറവ് വന്നാൽ ബാക്കിയുള്ളവരെ പരസ്പരം കൊടുക്കുന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ പോലും സാമ്പത്തികമായിട്ട് കൂടുതൽ ഉയർന്നു വരുമ്പോഴേക്കും സാമ്പത്തികമായി അല്പം ഉയർച്ച കുറഞ്ഞ എല്ലാ കുടുംബാംഗങ്ങളും ഒരുപോലെ സാമ്പത്തികമായിട്ട് ഉന്നതിയുള്ള ആളുകളായിരിക്കണം എന്നില്ല. അങ്ങനെ കുറവുള്ളവരെ സഹായിക്കുന്നൊരു മനസ്സ് ഇന്ന് അത്രമാത്രം സജീവമാണ് എന്ന് തോന്നുന്നുണ്ടോ? എന്ത് പറയുന്നു? ഞാൻ ചോദിച്ചതാണ്, നമ്മൾക്കിപ്പം സാമ്പത്തികമായിട്ട് ഇച്ചിരി കുറവുള്ള ആളുകളായിരിക്കാം. ഇപ്പം നമ്മുടെ സഹോദരങ്ങളിൽ ആരെങ്കിലുമൊക്കെ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണെങ്കിൽ സ്വർഗരാജ്യത്തിന് സാദൃശ്യമാകുന്ന കുടുംബങ്ങളിൽ തീർച്ചയായിട്ടും പരസ്പരം അറിഞ്ഞ് സഹായിക്കും. അങ്ങനെ അറിഞ്ഞ് സഹായിക്കുന്ന സഹോദരങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ സഹായിക്കേണ്ട ഒരു സമയത്ത് സഹായിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ നേരത്തെ കാരണവന്മാരുടെ മുന്നിൽ അതുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ പേര് സിനോ, ഞാൻ കക്ക ഇടവകയെന്നായിരുന്നു. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇന്നത്തെ തലമുറയിൽ എന്ന് വെച്ചാൽ പിള്ളേരുടെ കുറവ് കൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ പരസ്പരം കൊടുക്കൽ വാങ്ങൽ ഇത് നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ സിനോ പറഞ്ഞതിനകത്തൊരു വലിയൊരു കാര്യമുണ്ട്. കാരണം ഒരു 5 മക്കളിൽ കൂടുതലുള്ള കുടുംബങ്ങളിൽ ഇപ്പോൾ ഒരാൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചിരുന്നാലും ചിലപ്പോൾ ആരും മരിയല്ല, പിന്നെ പോയി കഴിക്കുമെന്നറിയാം. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് 2 മക്കളുള്ള കുടുംബങ്ങളിൽ ഓരോരുത്തരെയും വാരി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എനിക്ക് 4 മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഭവത്തിൽ തന്നെ വെച്ചാണ് ഞാൻ പറയുന്നത്. ഇളയ ആൾക്കാർ തന്നെയാണെങ്കിലും മൂത്തവർ എടുത്ത് കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ചെറുപ്പത്തിൽ തന്നെയുള്ള ശീലം നമ്മളും വലുതാകുമ്പോഴേ തന്നെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിലാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ ഏറ്റവും സമൃദ്ധമായിട്ട് നടക്കുന്നത് എന്ന് തന്നെയാണ് അല്ലേ? എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ ഇളയ കുട്ടീനെ പരിപാലിക്കുന്ന കാര്യത്തിലും അവൻ ഭക്ഷണം കഴിച്ചോ നോക്കുന്ന കാര്യത്തിലും അമ്മയെ കഴിഞ്ഞും ശ്രദ്ധ മൂത്ത സഹോദരനുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് അവരും പങ്കുവെച്ചത്. കാരണം മക്കളുണ്ടെങ്കിലല്ലേ അവർക്ക് പരസ്പരം കൊടുക്കാനുള്ള ഒരു അനുഭവത്തിലേക്ക് അവർക്ക് തോന്നുകയുള്ളൂ. നമ്മളുടെയൊക്കെ കാരണവന്മാർ മക്കളെ ഒരുമിച്ചിരുത്തി വളർത്തിയ സമയത്ത് നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾക്കുള്ളത് പരസ്പരം പങ്കുവെച്ച് എല്ലാവർക്കും ജീവിക്കാൻ സഹായകരമായ സാഹചര്യം പരസ്പരം ഒരുക്കണം എന്നുള്ളൊരു സന്ദേശം പ്രവൃത്തിയിലൂടെ കൊടുത്തിരുന്നു. സഹോദരങ്ങൾ പരസ്പരം പോരടിച്ച് വളർന്ന കുടുംബങ്ങൾ ആ ഒരു ഒറ്റപ്പെടലിൻ്റെയും അനൈക്യത്തിൻ്റെയും ഒക്കെ നൊമ്പരം പേറുന്ന കുടുംബങ്ങളായിരുന്നു. ഇന്ന് സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന അനുഭവം, ഒരുമിച്ച് വളരുന്ന ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ മാത്രമാണ് ഒരുമിച്ച് വളരുന്നത്. അല്ലാത്ത കുടുംബങ്ങളിൽ ഇന്ന് സഹോദരങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അവരൊക്കെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനും ഒറ്റയ്ക്ക് അതിജീവിക്കാനുമുള്ളൊരു റിസ്ക് തോളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് ഒറ്റയ്ക്ക് ജീവിച്ചോണം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. എന്നാൽ
കൂടുതൽ സഹോദരങ്ങളുണ്ടായിരുന്ന കുടുംബങ്ങൾ നിനക്കൊരു തളർച്ച വന്നാലും ഞാനും നിൻ്റെ കൂടെയുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, നമുക്ക് ഒരുമിച്ച് വളരാം, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലാണ് എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു റോഹിച്ചൻ പറഞ്ഞ വളരെ വാസ്തവമാണ്. അങ്ങനെ ഉള്ള കുടുംബങ്ങളിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഇപ്പം പഠിക്കാനായിട്ടൊക്കെ ആയിട്ട് വിദേശത്തൊക്കെ പോയാൽ പോലും ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ബന്ധം ഈ എത്ര അകലെ പോയാലും അവനെ ഇങ്ങനെ അല്ലെങ്കിൽ അവളെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്നത് നമുക്കറിയാം. അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അപ്പനെ വിളിക്കാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ വിദേശത്ത് പോയി പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ ആ ബന്ധം ഇങ്ങനെ ഒരു കണ്ണി പോലെ ഇങ്ങനെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റിയിരുന്നു. ഇപ്പോൾ പക്ഷേ വിദേശത്തൊക്കെ പോയി കഴിയുമ്പോഴേക്കും പലർക്കും പണമൊക്കെ അങ്ങ് കൂടിക്കഴിയുമ്പോൾ മാതാപിതാക്കളെയൊക്കെ ഒന്ന് വിളിച്ചാൽ ചിലപ്പം കയ്യിലിരിക്കുന്നത് അല്പം നഷ്ടപ്പെടുമെന്നുള്ള പേടിയൊക്കെ ചിലർക്കുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ഒരു ബന്ധം. ഇപ്പം മുമ്പേ ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. ചാച്ചൻ്റെ പ്രാർത്ഥനയ്ക്ക്, അപ്പച്ചൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഈണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊരു ഓർമ്മയാണ്. അപ്പനെ പറ്റി ഓർക്കുമ്പം ആ ഒരു ഈണം ഇങ്ങനെ മനസ്സിൽ വന്ന് നിറയുകയാണ്. എത്ര പ്രായമായിട്ടും. അപ്പോൾ അപ്പനായി ഒരുപക്ഷെ ഇന്നപ്പനില്ല. എത്ര വർഷമായി? 14 വർഷമായി മരിച്ചിട്ട്. പക്ഷേ എന്നാലും അപ്പൻ്റെ ആ ഓർമ്മ ഒരു ഈണമായിട്ടങ്ങ് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കാൻ കൊതിപ്പിക്കുന്ന ഓർമ്മകളായിട്ട് മാതാപിതാക്കൾ ഇന്ന് മക്കളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ തനതായ ഒരു പ്രാർത്ഥനാ ശൈലി മക്കളിലേക്ക് പതിപ്പിച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അമ്മച്ചി എന്ത് പറയുന്നു ഇന്നത്തെ തലമുറയുടെ ഒരു മക്കളെ വളർത്തിയ അമ്മ എന്നുള്ള നിലയിൽ? ഇന്നത്തെ മക്കൾക്ക് പ്രാർത്ഥന കുറവാണെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. എന്നെയൊക്കെ വളർത്തിയ സമയത്ത് സന്ധ്യയ്ക്ക് പ്രാർത്ഥന കഴിക്കാൻ ചെല്ലാതെ അത്താഴം തരികയില്ല. ഇല്ലെങ്കിൽ അന്ന് പിണങ്ങി ഞങ്ങൾ കൊതുകുത്തി കിടക്കും. ഉടനെ ചന്തയ്ക്കിട്ട് അടി തന്ന് എഴുന്നേൽപ്പിച്ച് കുരിശ് വരപ്പിച്ചാണ് ഭക്ഷണം തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ആ സുഹൃത്തുക്കൾ പറഞ്ഞതുമാതിരി ഇന്ന് എല്ലാവരും അങ്ങാടികളിലാണ്. യുവാക്കൾ ഭൂരിഭാഗവും അങ്ങാടിയിലാണ്. ചെറിയ മക്കൾ മാത്രം മാതാപിതാക്കൾ പേടിപ്പിക്കുന്നതനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. ഇരുന്നാൽ തന്നെയും പകുതി നേരം ഉറക്കം തൂങ്ങൽ, അങ്ങനെയുള്ള പരിപാടികളാണിന്ന് കണ്ടുവരുന്നത്. ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങളെ പഠിപ്പിച്ചു എന്നാണ് അമ്മച്ചി പറഞ്ഞത്. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെ എന്ന് പറയേണ്ടത് പുതിയ തലമുറയാണ്. നിങ്ങളുടെ അനുഭവം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ നമ്മളോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനകത്ത് ചില മക്കൾ, ഇപ്പോഴത്തെ മക്കളൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം കൂടുന്നുണ്ട് പണ്ട്, അതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു പോയെങ്കിൽ കൂടിയും മക്കൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നമ്മളൊക്കെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. സ്തുതി തരാൻ വരുന്ന സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കും, മക്കളെ അവരെ അനുഗ്രഹിച്ചു കൊള്ളണേ, അവരുടെ പാടൊന്നും വരുത്തല്ലേ, അവരത് സ്വീകരിക്കുന്ന ആ അനുഗ്രഹം സ്വീകരിക്കുന്ന അതേ രീതിയിലേക്ക് മക്കൾ വരുന്നുണ്ട്. അത് നമ്മൾ തുടർന്ന് പോകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ അടുത്ത കാലങ്ങളിലാണ് നമ്മുടെ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൈകൾ അവരുടെ തലയിലേക്ക് വെക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, നമ്മൾ അഥവാ കൈ വെച്ചിട്ടില്ലെങ്കിൽ അവർ കൈ തന്നെ എടുത്തിക്കൊണ്ട്. നല്ലൊരു കാര്യമാണ് അപ്പന്മാരെ പ്രാർത്ഥിക്കും. ഇപ്പോൾ അങ്ങനെ മക്കളെ അടുത്ത് നിർത്തി പ്രാർത്ഥിപ്പിച്ച് അപ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് അറിയാണ്ട് കൈ വയ്ക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് സ്വീകരിക്കാൻ അതൊരു സംസ്കാരമാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു സംസ്കാരമായിരുന്നു. ഇപ്പോൾ അതൊരു നല്ലൊരു ശീലമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഓരോ കുടുംബത്തിനും ഓരോ മക്കൾക്കും ഇങ്ങനെയുള്ള ഓർമ്മകളുടെ ഒരു ധാരാളിത്തമുണ്ട്. ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അച്ചാച്ചൻ വീട്ടിൽ ചൊല്ലിത്തരുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മൾ എല്ലാവരും കൂടെ ചെല്ലുന്ന സഭ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ തൊട്ട് നമ്മുടെ നമസ്കാരങ്ങൾ തൊട്ട് ജപമാല ഉൾപ്പെടെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ എല്ലാ കുടുംബങ്ങളും എല്ലാവരും ഒരുപോലെ ചെല്ലുന്നതാണ്. എന്നാൽ എല്ലാ വീട്ടിലും കാരണവന്മാർ തനിച്ച് ചെല്ലുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ശരിയല്ലേ? എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ തനിച്ച് ചെല്ലുന്ന പ്രാർത്ഥന. അമ്മച്ചിമാരൊക്കെ ഇരുന്ന് പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ അല്ലേ? എന്നാലും അച്ചാച്ചൻ ചൊല്ലിത്തരുന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. എൻ്റെ ഈശോ എന്ന് അച്ചാച്ചൻ ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഈശോയെ എന്ന് ചെല്ലും. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നല്ല വഴിയെ നടത്തണമേ, നല്ല മാർഗം കാണിച്ചു തരണമേ, എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, പഠിക്കാനുള്ള ബുദ്ധിയും ജീവിക്കാനുള്ള കഴിവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ ഇങ്ങനെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു. മറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രായമായാലും മറക്കുന്നില്ല. ഇപ്പോൾ വീട്ടിൽ ചെന്നാലും ഞങ്ങൾ അച്ചാച്ചനും അമ്മച്ചി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനിയൻ്റെ മക്കള് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ പ്രാർത്ഥന അച്ചാച്ചൻ ചൊല്ലിത്തരുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ ചേർന്ന ആദ്യത്തെ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരും പോയല്ലോ സെമിനാരിയിൽ. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയിട്ട് CMI സഭയുടെ രാജഗിരി ആസ്പിരൻസ് ഹൗസിൽ ഞങ്ങളെ കൊണ്ടുപോയി വിട്ടിട്ട് പോയി. രാത്രി കിടക്കുകയാണ്. ഞങ്ങൾ അന്നാണ് 2 കട്ടിലയിലോട്ട് മാറുന്നത്. അതുവരെ വീട്ടിലെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ 2 കട്ടിലിൽ കിടക്കുന്ന സമയത്ത് അടുത്തടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്.
പക്ഷെ അച്ചാച്ചൻ്റെ ഈ ഒരു പ്രാർത്ഥന അന്ന് റോബി അച്ഛൻ ഇങ്ങനെ ഉറക്കെ ചെല്ലുകയാണ്. അപ്പം ഞാനത് ഏറ്റി ചെല്ലുന്നു സെമിനാരി. അത് കഴിഞ്ഞിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ സാധിച്ചത്. പിന്നീട് എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് എല്ലാ വർഷവും ആയിരുന്നില്ലെങ്കിൽ പോലും തനിച്ച് ഉറങ്ങുന്ന സമയത്തും അച്ചാച്ചൻ്റെ ഈ ഒരു ഒച്ച മനസ്സിൽ പതിയാത്ത ഒരു രാത്രിയും ഉണ്ടായിട്ടില്ല. ഇതൊരു സനാഥത്വത്തിൻ്റെ ഒരു ഓർമ്മയാണ്. എനിക്ക് അപ്പനുണ്ട് എന്നുള്ള ഓർമ്മ മാത്രമല്ല, ഈ അപ്പൻ്റെ ഒച്ച കൂടെയുണ്ട്. ആ ഒച്ച കേട്ട് പിച്ച വെച്ച ഒരു കുഞ്ഞുങ്ങളും ഒരു മക്കളും വഴിതെറ്റി പോകുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടുന്നില്ല, ഞാൻ ഒറ്റയാണെന്നുള്ള ഒരു ഏകാന്തത അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് പല കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് വളരുന്നതിൻ്റെ പേരിലാണ് വഴിവെക്കുകളിൽ കാണുന്നവരെ പോലും, പെട്ടെന്നൊരു സ്നേഹപ്രകടനം നടത്തുന്നവരുടെ പുറകെ പോലും ഇവരായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് വിചാരിച്ച് പുറകെ പോകാൻ കാരണം കുടുംബത്തിൽ ഛിദ്രതയുണ്ടാകുന്ന, അന്തഛിദ്രം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം കുടുംബത്തിൽ ഇന്ന് നഷ്ടപ്പെടുന്നതാണ് എന്നാണ് നിങ്ങൾ പലരുടെയും ഈ അനുഭവക്കുറിപ്പുകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തു പറയുന്നു സുഹൃത്തെ? എൻ്റെ പേര് ജിയോ, ഞാൻ പാറോപ്പടിയിൽ നിന്ന് വരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാണ്. അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പല കുടുംബങ്ങളിലും ഇന്ന് പിള്ളേർ പലതരത്തിലേക്ക് പോകുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പം കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ ഇന്ന് പല മാതാപിതാക്കൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതൊരു ബോറൻ പരിപാടിയായിട്ട് ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് മാറുന്നുണ്ട്. ഇതൊന്നും ആവർത്തിക്കുന്നതല്ലേ, ഇതിനകത്തൊരു പുതുമയില്ല. ഇന്നത്തെ പിള്ളേർക്ക് പുതുമ വേണം. അപ്പോൾ പുതുമയില്ലാത്തതാണ്. അതുകൊണ്ടാണ് കുർബാനയ്ക്ക് പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുന്നതും അവിടെ നടക്കുന്നതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കാതെ പുറത്തെ ദിവാസ്വപ്നം കണ്ടിരിക്കുന്ന ഒരു തലമുറ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ യുവജനങ്ങൾ. അതേ സെയിം കണ്ടീഷനാണ് കുടുംബ പ്രാർത്ഥനയ്ക്കും. ഇതെന്നും കുരിശ് വരയ്ക്കുന്നു, കൊന്ത ചെല്ലുന്നു. ഈ കൊന്ത ചെല്ലുന്നതിൽ ഒരു പുതുമ അവർക്ക് തോന്നണമെങ്കിൽ അതിലുള്ള അർത്ഥവും അതിൻ്റെ ആഴവും മനസ്സിലാക്കി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കുടുംബത്തിലെ ഐക്യമാണ് ഇടവകയുടെ ഐക്യമായിട്ട് മാറുന്നത്. ഇപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയുടെ കുടുംബ പ്രാർത്ഥന തന്നെയാണ്. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളിലൂടെയുള്ള ആ ഒരു യാത്ര അനുഭവം അത് ഇടവകയുടെ കുടുംബ പ്രാർത്ഥനയാണ്. അത് ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു ശിശുവിന് അനുഭവവേദ്യമാകണമെന്നുണ്ടെങ്കിൽ അയാൾ വരുന്ന കുടുംബത്തിൽ ഈ കുർബാന നടക്കണം. മാതാപിതാക്കളാണ് കാർമ്മികർ. എല്ലാ ദിവസവും ഈ ബലി നടക്കണം. കുടുംബജീവിതം ഒരു ബലിക്കല്ല് തന്നെയാണ്, അൾത്താരയാണ്. അവിടെ ഈ ബലി നടക്കുന്നുണ്ടെങ്കിൽ പള്ളിയിലെ ദേവാലയത്തിലെ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ കുർബാന സജീവമായിരിക്കും. വിശുദ്ധ ചാവറപ്പിതാവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ചാവറയിൽ നൽകുന്നുണ്ട്. അത് എല്ലാവരും കുർബാനയ്ക്ക് പോകണം എന്നാണ് ചാവറപ്പിതാവ് ആഗ്രഹിക്കുന്നത്, പറഞ്ഞതും. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് എപ്പോഴും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ 1-2 പേർ എപ്പോഴും എല്ലാ ദിവസവും കുടുംബത്തെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും ഒരാളെങ്കിലും ദേവാലയത്തിലെ വിശുദ്ധ ബലിയിൽ കൃത്യമായി പോയിരിക്കണം എന്നുള്ളൊരു ചിട്ട ചാവറപ്പിതാവ് പറയുന്നുണ്ട്. ഇന്ന് പല കുഞ്ഞുങ്ങളും കുടുംബങ്ങളിൽ ഒറ്റയാണ്. കെട്ടിപ്പിടിക്കാൻ തൂണ് മാത്രമേ ഉള്ളൂ. ഒന്ന് ചാരി നിൽക്കാനായിട്ട് ഈ സിമെൻറ്റ് തൂണ് മാത്രമേ ഉള്ളൂ ഇന്ന് പല വീടുകളിലും. ന്യൂ ജനറേഷൻ തീർത്തും പ്രാർത്ഥനയിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കുറച്ചൊക്കെ അവരുടെ സാഹചര്യങ്ങളോ ഒക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ന്യൂ ജനറേഷൻ നമ്മൾ മൊത്തമായിട്ട് തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്. ഒരു ജപമാല കരങ്ങളിൽ എടുത്ത് ചൊല്ലുന്ന ഒരു ഫീല് അല്ലെങ്കിൽ ആ ഒരു അനുഭവം അത് ഉപയോഗിക്കുന്നവർക്ക് പ്രദാനം ചെയ്യുന്ന രീതിയിലാണ് ആവേ മരിയ ജപമാല രൂപകൽപ്പന ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ഹൃദയം കൊണ്ട് പരസ്പരം വിളക്കി ചേർക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പുതുക്കിപ്പണിയേണ്ടതുണ്ട് എന്നുള്ളതാണ്.